ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്, അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും മറവി രോഗം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ? അല്ലെങ്കിൽ മറവി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മിസ്സായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും മറവി കാരണം പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതെന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മറവി എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗമാണോ അതോ ഇനി നമ്മളിൽ അശ്രദ്ധ കാരണം ഉണ്ടാകുന്നതാണോ എന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അടുത്തായിട്ട് ഭയങ്കര മറവിയാണ് കേട്ടോ. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ഒരു 10 മിനിറ്റ് മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും ഞാൻ മറക്കാൻ തുടങ്ങിയേക്കോ. എനിക്ക് എന്താണ് അതിൻ്റെ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഓവറായിട്ട് ഉറങ്ങുന്നുണ്ട്, ഓവറായിട്ട് മറവി കൂടുന്നുണ്ട്. ഓവറായിട്ട് ഉറങ്ങുന്നവർക്ക് മറവി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ഓവറായിട്ട് ഉറങ്ങലില്ല. എന്നാലും എനിക്ക് നല്ല മറവിയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല. അതറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബാക്ക് ടു അവർ വീഡിയോ. ഈ വീഡിയോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ 13-ാം തീയതി എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവളുടെ വക ഒരു ബർത്ത്ഡേ ട്രീറ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ബർത്ത്ഡേക്ക് അവൾ നാട്ടിലായിരുന്നു. നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ ട്രീറ്റ് തരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ കോർമംഗലയുള്ള 0 ഡിഗ്രിയിലാണ് കേട്ടോ പോയത്. ഞങ്ങൾ കുറേ നാളായിട്ട് അവിടെ പോകണം, ഫോട്ടോസ് എടുക്കണം, അതേപോലെ ഫുഡ് കഴിക്കണം എന്നൊക്കെ പ്ലാൻ ഇട്ടിരിക്കുമായിരുന്നു. കാരണം അതെന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള ഒരു കഫേയാണ്. അപ്പോൾ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാനായിരുന്നു പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ ബർഗർ ഓർഡർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചോക്ലേറ്റ് സൺഡേ ഓർഡർ ചെയ്തു. ഇത് അവരുടെ വാഷ്റൂമാണ് കേട്ടോ. പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, കാരണം അത്രയും അടിപൊളിയായിരുന്നു അവരുടെ വാഷ്റൂം പോലും. എനിക്ക് അവരുടെ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ. കാരണം അടിപൊളി കസ്റ്റമർ സർവീസ് ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി കണ്ടിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. അപ്പം അത്രേ ഉള്ളൂ. താങ്ക്